ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങൾ എല്ലാ മലയാളികളും ചേർന്ന് വളരെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. രാവിലെ തന്നെ ചേട്ടന്മാരെല്ലാം പുൽക്കൂടിൻ്റെയൊക്കെ പണി തുടങ്ങി. ഈവനിങ് ആയപ്പോഴേക്കും നല്ല അടിപൊളി പുൽക്കൂട് റെഡിയായി. പിന്നീട് എല്ലാവരും റെഡിയായി വന്ന് പുൽക്കൂടിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുപ്പായിരുന്നു ആദ്യത്തെ തന്നെ പരിപാടി. ഓരോരുത്തരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുപ്പായിരുന്നു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ ചേറിട്ട് പുറത്തിരുന്നു. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയും ഇവിടെ കാലാവസ്ഥ പൊതുവെ നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് ഫയറൊക്കെ സംഘടിപ്പിച്ചായിരുന്നു. പുൽക്കൂടൊക്കെ ഈ വിധത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചില കലാപരിപാടികളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ആയിട്ട്. ആദ്യം തന്നെ കുട്ടികളുടെ വെച്ച് ചെറിയ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ചെറിയ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വരവായിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് കുട്ടികളുടെ കൂടെ കുറേ നേരം ഡാൻസൊക്കെ ചെയ്ത് കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം അവരുടെ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഇനി അടുത്ത ഞങ്ങളുടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഡാൻസ് ആയിരുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞ് അടുത്തത് ഫുഡായിരുന്നു. ഫുഡൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ഫുഡും കഴിച്ചു. അതിനുശേഷം ഫാമിലി ഫ്രണ്ട് സെഗ്മെൻ്റ് ആയിരുന്നു. ഓരോരുത്തരും അവരവരുടെ ഫാമിലി ഫ്രണ്ടിനെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കരുതി വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഗിഫ്റ്റ് കൈമാറ്റമൊക്കെ നടന്നു. എല്ലാവരും അവരുടെ ഫാമിലി ഫ്രണ്ടിന് നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അപ്പോഴേക്കും ഏതാണ്ട് 12 മണിയായി. അടുത്തത് ഞങ്ങളുടെ കേക്ക് കട്ടിംഗ് ആണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് പ്ലം കേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കുട്ടികളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കഴിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ.